അങ്ങനെ നാളെ വിഷു. എന്റെ വിഷുവിന്റെ ഷൂ വിളക്ക് കെട്ടുപോയി. സാരമില്ല, സമയം ഇന്ന് 10:30 ആയതല്ലേ ഉള്ളൂ. വെളുപ്പിനെ 12 മണി വരെ സമയമുണ്ട് വിഷുവിന് കണി ഒരുക്കാൻ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ തറവാട്ടില് ഞങ്ങൾ ആശ്രിതരായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് കണി ഒരുക്കുവേ തിരുമുറ്റത്ത്. കണി കാണാൻ രാവിലെ ഇങ്ങി വരും. പക്ഷെ അവർ കാണുന്നത് കണിയല്ല. പാതൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കും. അവരെന്നെ തന്നെ നോക്കും. എന്നിട്ട് പറയും, എൻ്റെ ജയശ്രീ മോളെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ കണി മറക്കും, കാരണം ഞാൻ കണിക്കൊന്ന പൂ പോലായിരിക്കുന്നതെന്ന്. എൻ്റെ ദൈവമേ, അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തലകർക്കവും ഛർദിലും ദേഹത്ത് വേദനയും ഒക്കെ. അപ്പോഴേ എൻ്റെ മുത്തശ്ശി പറഞ്ഞു, കാണാൻ വന്നവർ മൊത്തം മോളെ കണ്ണിട്ടതാന്ന്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ സൈഡ് ആവുമെന്നായപ്പം വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ വൈദ്യൻ പറയുവാ, കണിക്കൊന്നയുടെ കാരണം കൊച്ചിന് മഞ്ഞപ്പിത്ത വന്നു. അന്നൊക്കെ എന്ത് രസമായിരുന്നു. എന്റെ ദൈവം, ഇങ്ങനെ എവിടെ പോയി കിടക്കുക. ത്രിസന്ധി ആയപ്പോ പോയതാ കണി ഒരുക്കാനും സാധനം മേടിക്കാനായിട്ട്. മണി ഇത്രയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ നോക്കിക്കേ, 11 മണി ആകാറായി. 7 മണിയായപ്പോ നിങ്ങൾ ഇവിടുന്ന് കണി ഒരുക്കാനുള്ള സാധനം മേടിക്കാനെന്ന് പറഞ്ഞ് പോയതാണോ? പോയെടുത്ത് വന്നെടുത്ത്. ഇത്രയും നേരം നിങ്ങൾ എവിടെ ആയിരുന്നു? തട്ടയ്ക്ക് പോയി ഇത്രയും താമസം ഉണ്ടോ? കഴിഞ്ഞോടിയുണ്ട് ചിലപ്പം. എന്ന് പറഞ്ഞാൽ പുത്തം വീട്ടിൽ പുഷ്പാങ്കനം ചെല്ലുന്ന പറഞ്ഞ കണി ഒരുക്കാനുള്ള സാധനം എടുത്തു വെക്കാനേ ചന്തയിൽ നിന്റെ കുടുംബക്കാരിൽ ഇരിക്കുന്നത്. ഒരു കണക്കിന് ചന്തയിലായ അവരുടെ കുടുംബക്കാർ. അല്ല, അങ്ങനെയുള്ള തലപതി ചന്തയിലൊക്കെ ഭയങ്കര തിരക്കാന്ന്. എന്താ തിരക്ക്? 3-4 ദിവസം മുമ്പേ ഞാൻ ഒരു കണിവെള്ളരി വാങ്ങിച്ചോണ്ട് കൊടുത്തു. സംഭവം എനിക്കറിയാം, തക്ക സമയത്ത് പോയ സംഭവം കിട്ടത്തില്ലെന്നറിയാം. എന്തായിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് തന്നെ കണിവെള്ളരി ഇവന് ഞാൻ കിട്ടിയിട്ടുണ്ടോ? എടി, കണ്ണുകൊണ്ട് ആങ്ങി കാണിക്കാതെ കണിവെള്ളരി എന്ത് ചെയ്യുന്ന? അത് ഞാൻ മുറിച്ച് കണ്ണി വെച്ചു. എന്തിന്? നല്ലതാന്ന്. ഈ കണിവെള്ളരി കണ്ണി വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണീർ ചുറ്റുമുള്ള കറുപ്പും കലയൊക്കെ മാറും. നല്ലതാത്. എന്റെ മേടി, ആ വെള്ളരി കണ്ണി വെച്ച സമയം കണ്ടത് മണ്ണി വെച്ചായിരുന്നുണ്ട്. അത് കിളിച്ച് പടർന്ന് പന്തലിക്കുമ്പോ അടുത്ത വർഷം നമുക്ക് അതിനകത്ത് വെള്ളരിക്കാൻ പറിക്കത്തില്ലായിരുന്നു. ഈ 3 സെന്റ് സ്ഥലത്തിനകത്ത് കണിവെള്ളരി വെച്ചിട്ട് അത് കിളിക്കുമ്പോ നിങ്ങളുടെ മടി വെച്ച് വളർത്തുവോ? എടി, പറമ്പിൽ നടാൻ സ്ഥലമില്ലെങ്കിൽ അതിനാ ടെറസിന്റെ മണ്ടായി വെക്കണം. ടെറസിൽ വെച്ചിട്ട് വേണം ഉറങ്ങി കിടക്കുമ്പോ അണ്ണാക്കിലോട്ട് വേറെ കിളിച്ചിറങ്ങാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങൾ ഈ വീട് കണ്ടോ? 100-100 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. എന്നിട്ട് വീടിന്റെ പേരോ പുത്തം വീട് വരും. പുത്തം വീട് മൊത്തം ചോർന്നൊലിക്കും. എനിക്ക് മടുത്തെനിക്ക്. എടി, ചോർന്നൊലിക്കുവാന്നല്ലേ 8 വർഷം കൊണ്ട് നീ അതിലേ താമസിക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും. എന്നിട്ട് വിഷുവായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മഴ പെയ്യുമ്പോൾ നിങ്ങൾ ഈ പെരക്കാവുന്നൊന്ന് കാണണം. സത്യം പറഞ്ഞ കലാഭവന്റെ ഈ എന്തോ ചേട്ടാ അതിന് പറയുന്നത്, കലാഭവന്റെ ഗാനമേളയ്ക്ക് ഓർക്കസ്ട്ര അടുക്കി വെച്ചേക്കുന്ന പോലെ ഞാൻ ചട്ടിയും കലവും പാത്രവും ചരുവും എല്ലാം ഇവിടെ നിരത്തി വെക്കുന്നത്. മന അങ്ങോട്ട് കനക്കുമ്പോഴത്തേക്ക് എന്റെ ദൈവമേ, ഈ വെള്ളമെല്ലാം കൂടി ഈ പാത്രത്തിൽ വന്ന് വീഴുമ്പോൾ ഒച്ച വെക്കണം. അല്ല പിന്നെ എന്നെ കൂടുതൽ പരിക്കാനൊന്നും പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കുന്നു. മഴ പെയ്യുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ജീവിക്കുന്നു. അയ്യോ, ഈ മഴ പെയ്യുമ്പോൾ ഇയാളെന്ന് കാണണം. നമ്മുടെ ഈ കായലിന്റെ നടുക്ക് ഇങ്ങനെ കുറ്റിപ്പുറത്ത് നീർക്കാക്കി ഇരിക്കുന്ന പോലെ ഇയാൾ കട്ടിലിന്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരിക്കുന്നത്. ഇല്ല, സമയം എന്തുവായി? ഞാൻ അച്ഛനെ വിളിച്ചു വെച്ചു. അച്ഛൻ പറഞ്ഞു അവിടെ എല്ലാം കണി നേരത്തെ സെറ്റാന്ന്. നീ കൂടുതൽ പ്രസംഗിക്കാതെ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇതെന്തുവാ? ഇതെന്തോ ഒരു പഴം പോരാ. ഒരു പഴം പോരെ, കൊറേ വേണം. ഇത് പോരാ പഴം. പഴം കുറവാന്നല്ലേ? നീ നിന്റെ അച്ഛനെ പിടിച്ച ഉരുളിക്കാത്തിരുത്ത. അപ്പൊ ഒരു കൊല പഴമോ? അതിനകത്ത് പഴമൊന്നുമില്ലേ നിങ്ങളിപ്പോ പറഞ്ഞേ? ഞാനല്ലോ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. എടി, നിന്റെ അച്ഛൻ ആപ്പിളാന്നാ പറഞ്ഞേ. അല്ലല്ല, പഴമാന്നാ നിങ്ങൾ പറഞ്ഞത്. എന്റെ പൊന്നെ, ആപ്പിൾ ഒരു പഴമല്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഞാലിപ്പൂവിനോ റോബസ്റ്റോ പച്ചച്ചിങ്ങനോ വല്ലോ ആണെങ്കിൽ എന്റെ സ്വഭാവം മാറിയ ഇങ്ങോട്ടുണ്ട്. എല്ലാം ചീന സാധനങ്ങളാ കേട്ടോ, എല്ലാം ചീഞ്ഞ സാധനങ്ങൾ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നല്ലേ? അതൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ എന്റെ ദൈവമേ കണി വെക്ക് ഒരുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പുറത്തു പോകേണ്ട എല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുമായിരുന്നു. ശരിയാ കേട്ടോ. ഈ ഉരുളിയും കിണ്ടിയും നിലവിളക്കും വരെ ഇവർ അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നത്. പിന്നെ നാളെ നേരം വെളുത്ത് കണി എല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് ചാരുമൂടുള്ള നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം. ചക്കുവള്ളിയിലുള്ള നമ്മുടെ ചിറ്റപ്പന്റെ വീട്ടിൽ പോകണം. പിന്നെ കൊല്ലത്തുള്ള നമ്മുടെ മാമിയില്ലയോ, മാമിയുടെ വീട്ടിൽ പോകണം. അങ്ങനെ എല്ലാ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. നമുക്ക് ആദ്യം ഒറ്റത്തടിക്കലെ ഓമന കുട്ടനമ്മാവന്റെ വീട്ടിൽ പോകാം. എന്റെ മാമനോ? എനിക്കൊന്നും പറ്റത്തില്ല. ഒന്നാതെ പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല, കല്യാണവും കഴിച്ചിട്ടില്ല. അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ആ അടുക്കള കിടന്ന് ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. അവിടെ കിടന്ന് വെച്ചുണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല. വിഷുവായിട്ട് എനിക്ക് വയ്യ അടുക്കള കിടന്ന് ഇറങ്ങാൻ. എടി, ഇതാ പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. ആണോ? എനിക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടായിരുന്നല്ലോ നിങ്ങളെ ഞാൻ കെട്ടിയത്. എടി, ഒറ്റത്തടിക്കൽ ഓമനക്കുട്ടൻ അമ്മാവൻ അങ്ങനെ കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ഇരിക്കുന്നോണ്ടാണോ അങ്ങനെ ഒരു പേര് വീണേക്കുന്നേ? അതാണ് പറഞ്ഞത്. 10-78 വയസ്സായ ആളാ. ചോദിക്കാനും പറയാനും ആരുമില്ല. അന്തരാവകാശികളില്ല. 10-35 സ്ഥലമുണ്ട്, നല്ലൊരു വീടുമുണ്ട്. ഇന്നോ നാളെ എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് പോകും. ആ 35 സെന്റ് സ്ഥലവും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കണ്ടേ?
അതാണ് പറഞ്ഞത്. നമുക്ക് നാളെ അമ്മാവന്റെ വീട്ടിൽ ആദ്യം പോയി 2 ദിവസം അവിടെ നിന്ന് അമ്മാവന് ചോറൊക്കെ വെച്ച് വിളമ്പി കൊടുത്ത് അമ്മാവനെ ഒന്ന് സൂപ്പിച്ചെടുത്താലേ അതിന് പോരും. ഞാൻ സോപ്പിടേണ്ട കാര്യമില്ല. എന്താ? അമ്മാവന് ജയശ്രീ മോളേന്ന് വിളിച്ച അത്ര സ്നേഹം എന്നോട്. ശ്രീ എന്നൊക്കെ എന്നെ വിളിക്കുന്നത് അത്രയും മുഴുവിപ്പിക്കത്തില്ല അമ്മാവൻ. അത്ര കാര്യം എന്നോട്. അപ്പൊ എനിക്ക് സോപ്പിടേണ്ട കാര്യമില്ല. അമ്മാവൻ എനിക്ക് തന്നോളൂ കേട്ടാ. പറഞ്ഞു ഇവിടെ ഇരുന്നോ. കഴിഞ്ഞ ദിവസം രാമേന്ദ്രൻ അമ്മാവന്റെ മോളെ കല്യാണത്തിന് പോയപ്പോഴേ കുമാരിയപ്പച്ചയൊക്കെ അമ്മാവനോട് അടുത്തിടപഴകി കണ്ടോ. ചോറിനായിരുന്നു വെള്ളം കോരി കൊടുക്കുന്നു. കുമാരിയപ്പച്ചി കൊണ്ടുപോകും മിക്കവാറും. അല്ല കൊണ്ടുപോകും. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. ഉച്ചക്കറി. അയ്യോ അങ്ങനെ കൈ പിടിച്ചേക്കുന്നത് കണ്ണൂര് വരുവന്ന് പിടിക്കാൻ വെച്ചേക്കുവാ. അമ്മാവനങ്ങ് ഉടഞ്ഞു പോയല്ലോ. അമ്മാവ പറഞ്ഞു നീ എന്നെ ഉടക്കി വന്നിട്ടാ പിഴിഞ്ഞ് നീരെടുക്കുവാ നീ. സത്യം പറയാമല്ലോ, അമ്മാവന്റെ കാര്യം പറഞ്ഞിപ്പോ നാക്കെടുത്ത് വായിക്കകത്ത് ഇട്ടതേ ഉള്ളൂ. എന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ നാക്ക് കയ്യിലെടുത്ത് വെച്ചാണ് സംസാരിക്കുന്നത്. നാക്ക് വലിച്ചൂരി എടുക്കേണ്ടി വരും തോന്നുന്നു. അമ്മാനെന്തിനാ ഇങ്ങോട്ട് വന്നേ? നാളെ വിഷുവായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരായിരിക്കുമായിരുന്നു. നാളെ അവിടെ വന്നായിരുന്നു നിങ്ങൾ ചമ്മിപ്പോയേനെ. ഞാൻ അവിടെ കാണത്തില്ലായിരുന്നു. എവിടെ പോയിരുന്നു? ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് വന്നത്. അതെന്താ തീരുമാനമോ? എടാ മറ്റേ എനിക്ക് 10-75 വയസ്സായല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ആരുമില്ല. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി കിടന്ന് കട്ടിലേക്ക് കിടന്നപ്പോഴേ നീട്ടി ഒന്ന് ചിന്ത ചെയ്യാൻ അങ്ങ് ദൈവത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ലയിച്ച് കയറിയാലോ എന്ന്. അങ്ങനെ ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആണോ? ഞാൻ തീരുമാനമെടുത്തു മേഡം വരുമ്പോ പോകാമെന്ന്. അപ്പൊ ആത്മീയ ജീവിതത്തിനൊന്നും പോവല്ല. പിന്നെ ഏതോ മേഡം വരുമ്പോ കൂടെ മേഡം എന്നല്ല പറഞ്ഞേ. മേഡം മാസം വരുമ്പോ ഇവിടെ ഒന്ന് വിഷുക്കണിയും കണ്ടിട്ട് അമ്മാവന് തീർത്ഥാടനത്തിന് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. എങ്ങനെയാണ് അമ്മാവന്റെ യാത്രയുടെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? നാളെ രാവിലെ ഇവിടുന്ന് കണിയും കണ്ടിട്ട് നേരെ പമ്പിൽ പോയി ഒന്ന് കുളിക്കണം. പമ്പിൽ പോയി കുളിക്കുമല്ലോ. പമ്പിൽ പോയി അടിക്കുമല്ലോ. അല്ല, പമ്പയിൽ പോയി ഒന്ന് കുളിക്കണം. പമ്പയെ കുളിച്ചിട്ട് നേരെ ഗോദാവരി പോയി ഒന്ന് കുളിക്കണം. പിന്നെ കാവേരി പോയി ഒന്ന് കുളിക്കണം. പിന്നെ അവിടുന്ന് ഗംഗയിൽ പോയി ഒന്ന് കുളിക്കണം. 2-3 ലക്ഷം രൂപ ആവുമല്ലോ അമ്മാവാ. ചെലവാ, പൈസ ചെലവാ. അതിന്റെ പകുതി പൈസ മതിയല്ലേ വീട്ടിലൊരു കുളിമുറി ഉണ്ടാക്കി അതിനകത്ത് നിന്ന് കുളിച്ചാ പോരെ. എടാ, നീന്റെ വീട്ടിലുള്ള കുളിയല്ല ഇത്, പുണ്യസ്നാനം. ഇങ്ങോട്ടാണ് നേരിട്ട് വന്ന ഈ ആത്മീയതയുടെ കാര്യം ഞങ്ങളോടാണ് ആദ്യം പറയുന്നത്. അല്ലല്ല, രാവിലെ ഞാൻ ഓമലൂര് പോയല്ലോ ശാന്തമ്മ റമ്പി. അവിടെ ചെന്നപ്പോ ശാന്തമ്മ വല്ല വിഷമങ്ങളല്ലേ എന്നോട് പറഞ്ഞു. അവക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായോ? ശാന്തമ്മ കൊണ്ടുപോയി 35 സെന്റ് നീ എന്താണ് എനിക്ക് നീ പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ ഇറങ്ങിയ കാര്യം ഞാൻ എങ്ങനെ അറിയാനാ? എന്നിട്ട് അയ്യോ എന്റെ അമ്മാവ എന്നിട്ട് ശാന്തമ്മ വിഷമം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊച്ചേ ഞാനൊരു പരിഹാരം കാണാം, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ന്യൂട്രി ഞാൻ മുങ്ങി. ശാന്തമ്മ കൊണ്ടുപോയില്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതങ്ങനെ അത് കാരണം അതാണ് നല്ലത്. പ്രാർത്ഥനയാണല്ലോ ഏറ്റവും നല്ലത്. എന്നിട്ട് ശാന്തമ്മയുടെ വീട്ടിൽ 2 ദിവസം നിന്നേച്ച് ഇങ്ങോട്ടേക്ക് പോയി. ഇല്ല, അവിടെ നേരെ ഇറങ്ങി ഞാൻ കുമ്പളാമ്പേക്ക് വന്നു. സരസമ്മയുടെ വീട്ടിൽ സരസമ്മ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. ചെറുക്കൻ ഗൾഫിപ്പാൻറ്റിക്കുക, അങ്ങളെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണമെന്ന്. ഞാനുണ്ടല്ലോ പരിഹാരം കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മാവൻ എന്താ പരിഹാരം കണ്ടത്? ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, നീ ഗൾഫിൽ പോകണ്ട, ഇവിടെ നിന്ന് പണി ചെയ്താൽ മതി, വെറുതെ പൈസ കളയണ്ടാന്ന്. അതാ നല്ല കാര്യം. പ്രാർത്ഥനയാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും മൂല അടിസ്ഥാനം. എന്നിട്ട് അമ്മാവൻ ഇങ്ങോട്ട് പോന്നു. അത്ര പറഞ്ഞേ അമ്മാന് വെള്ളം കൊടുക്ക്. വെള്ളം വരെ കൊടുക്കാലോ. അമ്മാവൻ പോകുമ്പോ നമുക്ക് സങ്കടമില്ലയോ? നമുക്ക് വിഷമമില്ലയോ? ആത്മീയതെന്ന് പറഞ്ഞാല് ഒരാൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് തുല്യമല്ലയോ? ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാ ആരുണ്ടോന്ന് ഓടി വരാനല്ലയോ? ആംബുലൻസ് ഉണ്ട്. അതല്ല, ഞങ്ങൾക്കൊന്നും ഓടിക്കയറിച്ചല്ലോ. അമ്മാവൻ പോകുന്നതിന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട്. അത് മാത്രമല്ല നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ നമുക്കിപ്പോ. കൂടുതൽ വിഷമിക്കണ്ട. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഈ അമ്മാവൻ അത്ര വൃത്തികെട്ട ആളൊന്നും അല്ല. നിങ്ങൾക്കുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നിട്ടേ രാവിലെ അമ്മാവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അമ്മാവന് വെള്ളം കുടിക്കാം. ശരി, വെള്ളം എടുക്ക്. 35 സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥ. ഞാനിവിടെ ജയശ്രീ കല്യാണം കഴിച്ച് 8 വർഷമായി. അന്ന് മുതല് ഈ സമയം വരെ ഞാൻ ആലോചിക്കുന്ന കാര്യമുണ്ട്. അമ്മാവൻ എന്തേ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിക്കാത്തൊരു കാരണമുണ്ട്.
10-30 വയസ്സ് വരെ എനിക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു എല്ലാം ആയത്. അപ്പോഴത്തേന് എനിക്ക് പ്രായമായി. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം. എന്തോന്റെ കാര്യം അമ്മ സമ്പത്തും സ്വർഗവും അല്ല അല്ലാതെ ആയത്. വേണ്ട വെള്ളം കുടിച്ചാട്ടെ. നമ്മോ നേരെ അമ്മാവൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുക കേട്ടോ. അയ്യോ കണി തീർക്കാനാണ് ഇത്. അതെ അതെ അതെ. കണിയൊന്നും അങ്ങനെ നല്ല ഒരുക്കേണ്ടത്. ഞങ്ങളുടെ തറവാട്ടി പണ്ടേ ഈ കൈനീട്ടം കൊടുക്കുന്ന എന്തിനാണെന്നറിയാം? എന്തിനായിരുന്നു? സ്വർണത്തിന്റെ പട്ടത്തിലൊരു സാധനം. കൊയിൻ. ആ സ്വർണ്ണം കോയി. ആ സ്വർണ്ണ കോയിനൊക്കെ വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ വിഷുക്കണി വെച്ചത്. ആണോ? വിഷുക്കണി വെക്കുമ്പോ ഓരോ വിഭവങ്ങൾ വെക്കുമ്പോ പ്രാർത്ഥിച്ചിട്ട് വേണം വെക്കാനൊക്കെ ഉണ്ട്. ആണോ? ഉണ്ടോ? പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വെക്കാം. ആ വെക്കാം വെക്കാം. സമയം പോകുന്നുണ്ട്, നമുക്ക് വെക്കാം. ആ, ഇത് പഴം. പഴം. ഇപ്പൊ രണ്ടുപേരും കൂടെ ഈ കുപ്പി അങ്ങനെ ഇരിക്കുക. എന്തോ അപ്പൊ നമ്മൾ ഈ പഴം വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വേണം ഭഗവാൻ സമർപ്പിച്ച് അവിടെ വെക്കാൻ. മന്ത്രമുണ്ട്. അമ്മക്ക് ഇതൊന്നും ഇത്ര നാളായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഗതി പിടിക്കാഞ്ഞത്. മേടമാസപ്പുലരിയിൽ വിഷുവിൽ വന്നു തീർന്ന ഞങ്ങളുടെ ഈ പാമ്പ് പിടിച്ച പിള്ളേരെ രക്ഷിക്കണേ. നാളെ തൊട്ട് ഭഗവാനെ കണി കണ്ടു വരുമ്പോൾ ശ്രദ്ധിക്കണേ. പ്രാർത്ഥിക്കാണേ. ഓ ബനാനെ ഒരു പൂ തരാമോ, ഓ ബനാനെ ഒരു കാത്തരാമോ ഒരു പൂ തരാമോ, പഴം സമർപ്പയാമി എന്ന് പറഞ്ഞാടാ പഴമെ സമർപ്പിക്കണം. പഴം സമർപ്പയാൻ. മുന്തിരിങ്ങ എടുത്താലോ അമ്മാവാ? ചെയ്ത് പ്രപഞ്ച ഗുരുനാഥ സർവേശ്വര എന്റെ പിള്ളേരെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്തിരിപ്പാടം പൂത്തു നിന്നു മുറ്റത്തിയെത്തിയാളാം, മുന്തിരിപ്പാടം പൂത്തു നിന്നു മുറ്റത്തിയെത്തിയാളാം, മുന്തിരി സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് സമർപ്പിക്കണേ. അടുത്ത ഒരു കണ്ണാടി എടുത്താ അതെന്തിനാ? പട്ടച്ചീപ്പല്ലേ? അയ്യോ, പച്ചക്കല്ലത്. അത് ചക്കയാണ്. ചക്കയാണോ? ആ അപ്പൊ ചക്ക. പ്രപഞ്ച ഗുരുവേ എന്റെ പിള്ളേരെ നാളെ തൊട്ട് കണി കണ്ടിട്ട് അടുത്ത വർഷം വരെ അവരെ നല്ല രീതിയിൽ അടുത്ത വിഷു വരെ കൊണ്ടുപോകണേ. ചാം ചക്ക ചുമർ ചക്ക കൊത്ത ചക്ക ചാം ചക്ക ചും ചക്ക കൊത്ത ചക്ക ചക്ക സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക. ആ അമ്മ വെള്ളരിക്ക വരികൾ കുറവാ, വെള്ളരിക്ക അങ്ങോട്ട് കയറ്റി വെക്കാം. എല്ലാ പരിഗണന. ഓ സത്യം പറഞ്ഞ അമ്മ വന്നില്ലായിരുന്നില്ലേ? നമ്മള് കണ്ടിൽ തോന്നുന്ന പോലെ വായി തോന്നുന്ന പോലെയൊക്കെ പൊന്നു വെക്കണം. ആ മാല വെക്കണം. മാല സ്വർണം വെച്ചിട്ട് വേണം കണി കാണാൻ. ആ സ്വർണം വെക്കണം. അതിന് മന്ത്രമൊന്നുമില്ല. അതിന് തൂക്കം നോക്കിയാൽ അത് അറിയാൻ പറ്റും. സ്വർണം സമർപ്പയാമി. എല്ലാം റെഡിയായി. ഓക്കെ. ആ വെളുപ്പിനെ വന്ന് കണി കണ്ടാ മതി. മതിയല്ലോ. മതി. സമയം പോകുന്ന അമ്മാവാ. ഞാൻ ഇന്നലെ അങ്ങ് ഒരുങ്ങി അങ്ങ് കിടക്കാന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ബാത്റൂമിൽ കയറി പല്ലിയെ കാണാനെന്ന്. അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ അങ്ങ് സെറ്റാക്കി. ഇത് ഇച്ചിരി നേരം മതിയല്ലോ. എങ്ങനെയുണ്ട് അമ്മാവാ? അപ്പൊ നമുക്ക് കൊണ്ട് ഉറങ്ങാൻ കിടന്നാലോ? അമ്മ ഞാൻ വടക്കേ റൂമിൽ കിടന്നു കേട്ടോ. വടക്കേ റൂമിൽ ജെല്ലിന് കഥ പിടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് വാഴയില കിടന്നാണെങ്കിൽ നാട്ട് പേടിക്കാൻ. കത്തിലിട്ട് തരാം. അത് അല്ലെങ്കിൽ നാട്ടാ പേടിയാന്ന്. പിന്നെ എവിടെ കിടക്കും? നിങ്ങൾ കൂടെ വന്ന് കിടത്തോളാം. ഒരു കഷ്ടമെന്ന് പറഞ്ഞു. അമ്മാവാ ആ ലൈറ്റ് അണച്ചേക്കാനോ? ആ അടച്ചേരെ. കുഴപ്പമില്ലേ? ഇല്ല ഞാൻ വരുവാ. ചെറിയൊരു പ്രാർത്ഥനയോടെ. ആ सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ അയ്യോ ദൈവമേ, അങ്ങനെ വിഷുവായി. ഈ വർഷം മുതല് പുതിയൊരു തുടക്കവും പുതിയൊരു ആയിരിക്കണേ. ദൈവമേ കൃഷ്ണ കാത്തുരക്ഷിക്കണേ. അയ്യോ എന്റെ ഒരു വർഷം എന്താ പറ്റി? സാരി, കൊറേ സ്വർണം, ഇഷ്ടംപോലെ പൈസ ഞാൻ തരണേ എന്റെ ഭഗവാനെ. എന്റെ ചേട്ടന് പണിക്ക് പോകാനുള്ള മനസ്സ് തോന്നണേ. എന്താ കനവാമോ? രണ്ടെണ്ണം കൂടെ എന്താ പരിപാടിയാ കാണിക്കുന്നത്? കണ്ണും തൊട്ടി വന്ന് അളച്ചു കെട്ടി വീണെന്ന് ഇവിടെ പിടിച്ചല്ലേ 35 ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ. അമ്മാവാ മക്കളെ കണി കണ്ടു എനിക്ക് തൃപ്തിയായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അയ്യോ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്കുള്ള എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്നത്തെ ഞാൻ പോകത്തുള്ളൂ. വിഷുവിന്റെ ഒരു പ്രത്യേക സന്തോഷത്തിൽ ഇങ്ങനെ വരുന്നു. അയ്യോ എനിക്ക് പക്ഷെ വേണ്ടായിരുന്നില്ലേടി? പിന്നെ അതെ വേണ്ടായിരുന്നില്ലയോ? ഒന്നും പറയാനങ്ങ് പോവാന്നോ? പത്ത് സെക്കൻഡ് ഇട്ടല്ലേ? എന്റെ ദൈവം ഗ്യാപ്പ് വേണ്ടായോ?
സംഭവം സ്നേഹമുള്ളവനാ കണ്ട മുരടനാന്ന് തോന്നുന്നു, പക്ഷെ സ്നേഹമുള്ളവനാ. ചേട്ടാ, ഓ ഇവിടെ വെച്ചിരുന്ന മാല എന്തിയേ? ആ തുണികടയിൽ കാണും തുണികടയിലെങ്ങനെ കാണും. ഇവിടല്ലേ വെച്ചിരുന്നത്? ആ. ഇവിടല്ലേ വെച്ചിരുന്നത്? താഴെ വീണതാ. ഇവിടല്ലേ വെച്ചിരുന്നത്? കാണുന്നില്ലെന്ന്. എനിക്ക് എന്ത് എവിടെ പോയി? എനിക്ക് അങ്ങനെ കണ്ട് എടുത്തോണ്ട് പോയത്. എടുത്തിട്ട് പോയതാന്നല്ല, അയാൾ എടുത്തതാ. എനിക്ക് ഞാൻ എന്താ ചെയ്യാൻ? കണ്ടൊക്കെ തൊഴിലുറപ്പിന് വന്ന പൈസ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് മോട്ടിക്കുന്ന പൈസയും സ്വരൂപിച്ച് വെച്ച മാല, എന്റെ മാല പോയി. എന്റെ മാല ഈ വന്ന കാലത്ത് സ്വർണത്തിനൊക്കെ എന്തോ വിലയാണെന്നറിയാമോ? ഞാൻ എന്താ ചെയ്യാൻ? എനിക്കറിയാം, നിന്റെ കുടുംബക്കാരെല്ലാം കള്ളന്മാരാ. നിന്റെ അമ്മ കിട്ടിയത് നിങ്ങളൊന്നും മിണ്ടരുത്. അമ്മ വന്ന് കയറിയപ്പോ ഒന്ന് പറയരുത്. വസ്തു അതങ്ങോട്ട് പോന്നിട്ട് പോട്ടെ. വസ്തു വീട്. എന്തായാലും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. ഏതാണ്? 35 സെന്റിന്റെ അവകാശി. എന്റെ പ്രിയപ്പെട്ട ജയശ്രീ മോളും പുഷ്പാങ്കദൻ മോനും വേണ്ടി അമ്മാവൻ ഒറ്റത്തടിക്കൽ ഓമനക്കുട്ടൻ എഴുതുന്നത് 1. രാവിലെ ഉമ്മറത്ത് വിഷാദനായി ഇരിക്കുന്ന പുഷ്പാങ്കദനോട് ജയശ്രീ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ മിണ്ടാതെയും മിറങ്ങാതെയും ഇരിക്കുന്നത്? അപ്പോൾ പുഷ്പൻ, ഒരു മൂടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ജയശ്രീ, മൂടില്ലെന്ന് പറയരുത്, മൂട് വച്ചല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. 2. പുഷ്പാങ്കദനോട് ജയശ്രീ, ഇങ്ങനെ ഇരിക്കാതെ എന്റെ കൂടെ വാ, വിഷു സദ്യ ഒരുക്കാൻ. അപ്പോൾ പുഷ്പാങ്കദൻ, സദ്യയോട് കുളിച്ച് റെഡിയായി വരാൻ പറ, ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഒരുക്കാം. ഈ 2 കൗണ്ടറാണ് അമ്മാവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചത്. എടുത്തു വെച്ച് കീച്ച് ഷൈൻ ചെയ്യും മക്കളെ. അടുത്ത വിഷു വരെ നാട്ടുകാര് ചിരിച്ചോണ്ടിരിക്കട്ടെ എന്ന്. നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ മാട്ട കൗണ്ടറായിരുന്നു. മറുപുറം നോക്കുക, അവിടെ കാണുമായിരിക്കുമല്ല. എഴുത്തിന്റെ കൂടിയായിട്ട് ആ മാല ഞാൻ എടുക്കുന്നുണ്ടേ, എനിക്കെന്തേലും വേണമല്ലോ എന്ന് അമ്മാവൻ ഒറ്റത്തടിക്കൽ ഓമനക്കൊട്ടൻ. എത്ര രൂപ ചെലവായാലും പറ്റില്ല, കാശിയായാലും രാമേശ്വരം ആയാലും പോയി ഞാൻ ആ കള്ളന് അവന്റെ പുക്കുളാത്തൊരു ഇടിഞ്ഞ് കൊടുക്കും. കണ്ടോളൂ നീ. ഇതൊരു പാടി ഒന്ന് പ്രാർത്ഥനകൾ നടക്കട്ടെ. ഭഗവാനെ, എന്തായാലും നടന്നു. അടുത്ത വർഷം ഞങ്ങൾക്ക് 1.5 പവന് പകരം വേണ്ട വരുന്നടി. മാല അടിച്ചോണ്ട് പോയാൽ നിന്റെ അമ്മാവൻ നേണ്ട കയറി വരുന്നടി. മോട്ടിച്ചോണ്ട് പോയത് വരെ വന്നേക്കുവാ. 2-3 പെണ്ണ കൗണ്ടർ പറഞ്ഞു എന്നിട്ട് ഉള്ള സാധനം മോട്ടിച്ചോണ്ട് പോയിട്ട് വന്നേക്കുവാ. മനഃപൂർവ്വം കൊണ്ടുപോയാടി ഞാൻ. എന്താ കാര്യത്തിന്? വിഷുവായിട്ട് വെല്ലവന്റെ സ്വത്ത് ആഗ്രഹിച്ചില്ലേ? അപ്പൊ നീ കുറച്ചേരം സങ്കടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്റെ മാല തിരെ കിട്ടിയില്ലേ? നിനക്ക് സന്തോഷമായില്ലയോ? വീട്ടിൽ കയറി വന്ന് മോട്ടിച്ചിട്ട് ഒരുപാട് വർത്താനം പറയരുത് കേട്ടോ. നല്ല കാര്യമല്ലോ. ഇനി അടിച്ച മുറ്റത്ത് കയറിയാലോട്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം നോക്കിക്കേ നമ്മളെ. സംഭവം ഇത് പണം വെക്കാൻ ചെല്ലുമ്പോ ഒപ്പിടാൻ അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചുകൊണ്ട് തന്നെ. എന്തായാലും കിട്ടിയല്ലോ, അത് തന്നെ വലിയ സമാധാനം. നിന്റെ അമ്മാവനല്ല, നിന്റെ കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ ഉടനെയും പുത്തൻ വീട്ടിൽ പുഷ്പാങ്കദൻ ഇതിനകത്ത് കേട്ടത്തില്ല. നീ കണ്ടോ? ഞാൻ അറിഞ്ഞു. ഹാപ്പി വിഷു. ഈ മുറ്റത്തിലേക്ക് പറഞ്ഞേ. എടാ, ഹാപ്പി വിഷു എന്ന് പറഞ്ഞാൽ നിന്റെ മേലെ ടിഷ്യൂ തല്ല വെച്ചാ ഞാൻ. അമ്മാവ് എന്താ ഉടുപ്പ് മാറി ആള് മാറി തിരിച്ചറിയത്തില്ല. എന്റെ അമ്മാവനാ നോക്കത്തില്ല, പ്രായത്തിൽ മൂത്ത നോക്കത്തില്ല. ഇന്നലെ വന്നിട്ട് നിങ്ങൾക്ക് അത് എഴുതരാ ഇത് എഴുതരാന്ന് പറഞ്ഞ് 2-3 കൂറ കൗണ്ടർ എഴുതി വെച്ച് എന്റെ ഉള്ള മുതലും മോട്ടിച്ചോണ്ട് പോയിട്ട് പിന്നെ വന്നേക്കോ ഹാപ്പി വിഷു. ആരിന്നലെ വന്നു? അമ്മാവൻ. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. പറയരുത് കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ വന്നിട്ട് പറഞ്ഞല്ലോ എന്തോ അവിടെ ഇവിടെ പോവാന്ന്, മറ്റേതാണ് മറിച്ചതാണ്, നിങ്ങൾക്ക് എഴുതി തരാന്ന് പറഞ്ഞു തന്നിട്ട്. എന്റെ പൊന്നു കൊച്ചേ, ഞാനിപ്പോ ഈ വിഷുവായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങൾക്ക് വിഷുക്കായി നീളം തരാൻ വേണ്ടിയാ. നാളെ രാവിലെ നീയും ഇവളും കൂടെ എന്റെ വീട്ടിലോട്ട് വരണം. എന്റെ സ്വത്ത് പോകളല്ലോ നിങ്ങളുടെ പേരിൽ എഴുതി തരുവാ ഞാൻ. ഇന്നലെ ഇങ്ങനല്ലല്ല പറഞ്ഞത്, കാശിക്ക് പോവാന്നല്ലേ പറഞ്ഞത്. ഇന്നലെ ഞാനിവിടെ വന്നെന്നോ? ഈ പിള്ളേർ എന്താ പറഞ്ഞു? ഞാൻ ഇന്നലെ ഇവിടെ വന്നെന്ന് പറഞ്ഞ സത്യമല്ല. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനേ കണ്ടുള്ളൂ.